ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്ക് സുഖമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന ആരോഗ്യ ആയുസ്സും ഉണ്ടാവട്ടെ മക്കളെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്ന് ഞാൻ സ്കൂളിൽ പോയതിന് മക്കളെ, ഹനാനിക്ക് സ്കൂളിൽ യൂണിഫോം എടുക്കണോ, ഡിഎംഒക്ക് യൂണിഫോം എടുക്കണോ. അപ്പൊ ഇവരെ രണ്ടാളെ യൂണിഫോമും കാര്യങ്ങൾ എടുക്കാനും അളവ് കൊടുക്കാനും അതിന്റെ പൈസ കൊടുക്കാനും അഡ്വാൻസ് കൊടുക്കാനും പൈസ ഫുള്ളായിട്ട് കൊടുക്കാനും ഇപ്പോഴത്തെ ഇല്ലക്കാക്ക മൂപ്പര് പറഞ്ഞ് അഡ്വാൻസ് രണ്ടാക്കും കൊടുത്താളെന്ന് പറഞ്ഞ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പോയതേനി. ഞാനും മക്കളെയും കൊണ്ടുപോയി, മോളെയും കൂട്ടി. മോളും പറഞ്ഞ് എനിക്ക് സ്കൂളിലൊക്കെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതേനി മക്കളെ. സ്കൂളിൽ എത്തിയത് മുതലേ എൻ്റെ മോൾക്ക് ഭയങ്കര സങ്കടവും പ്രയാസങ്ങളും ഒക്കെ, വല്ലാത്ത സങ്കടം, കുറേ കണ്ണ് തുടക്കിന് കരയിനൊക്കെ ചെയ്യണം. ഞാൻ എന്തിനാ മോളെ ഈ കരയുന്നത്? എന്താ ചെയ്യലമ്മ? വയസ്സാം കാലത്ത് നിങ്ങൾ എനിക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണല്ലേ. അപ്പം ഞാൻ എൻ്റെ ദിയമോൾ ഇന്നങ്ങനെ നോക്കി, അമ്മി പറയുന്ന നോക്കിയാട്ടെ, അമ്മയ്ക്ക് നല്ല ബുദ്ധിയൊക്കെ വന്നിട്ട് കിട്ടുമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു മെല്ലെ അവള് പറഞ്ഞോട്ടോളൂ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി വരികയാണെങ്കിൽ സമാധാനമല്ലേ. അപ്പം പറഞ്ഞു. അപ്പം ഞാൻ ചെന്താമോളെ അങ്ങനെ പറയണത്, നിങ്ങൾ എന്താണ് വെയിലും കൊണ്ട് ഞാൻ ഇവിടെ കസാലമ്മൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ ഭാഗത്തേക്ക് വെയിൽ കൊണ്ടുപോകണം. എന്തൊരു വെയിലാണ്, നിങ്ങൾക്ക് വയ്യാതാവും, നിങ്ങൾ മുഖമൊക്കെ ചോന്നിക്കണം ഉമ്മ, നിങ്ങൾ വീണെന്താ പറ്റിപ്പോയാൽ എനിക്ക് ആരാ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരഞ്ഞാൽ. അവൻ അയ്യേ ആൾക്കാർ കേൾക്കും, ഇവിടുന്ന് ആൾക്കാർ കേൾക്കും, എന്താ ഇപ്പം ഇത് ഇവിടുന്ന് കരയാനാണോ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് മക്കളെ. അപ്പം പറയാണ് എന്താ ചെയ്യലേ, ഞാൻ സുഖമില്ലാതായി പോയിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് തന്നെ അങ്ങോട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ മക്കളും ജനിക്കൂലേ നിമ്മ. എൻ്റെ ഫസ്റ്റിൽ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എത്ര നന്നായിനി. ഈ മക്കളും ജനിക്കൂലേനി, അതേപോലെ തന്നെ നിങ്ങളും കഷ്ടപ്പെടൂലേനി. ഇപ്പം പാവം രാവിലെ പണിക്ക് പോയി, ഇനിയിപ്പോൾ രാത്രി വരുമ്പോൾ അതിൻ്റെ അടുക്ക് ഇപ്പം പൈസ അയച്ചു തന്ന് എന്താ പറയേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു. മോളെ വിഷയം വിട്ടാണ്, വെറുതെ അതിനെ പറ്റി ചിന്തിക്കല്ല. ഞാൻ മോളെ യൂണിഫോം ഒന്ന് അടിക്കാൻ കൊടുക്കാൻ അപ്പുറത്തേക്കൊന്ന് കയറി പോട്ടെ പറഞ്ഞ് ഈ നമുക്ക് നോക്കുക ആ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ മാറ്റി മറിച്ചിട്ട് ഞാൻ ഓളിൽ കൂട്ടി പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ അപ്പം എന്നോ പറയും എനിക്ക് ഇവിടുത്തെ സ്കൂളൊന്നും അല്ലേ ഇഷ്ടം, എറണാകുളത്ത് ചേർത്താന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയല്ല മക്കളെ, അതെന്താണെന്ന് അറിയാം, നമ്മളൊരു മക്കളെ സ്കൂൾ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മക്കളെ സ്കൂൾ പഠിപ്പിക്കണം, എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പം മറ്റുള്ളവർ നോക്കണ്ട, ഏറ്റവും അധികാരമായിരിക്കുകയാണ് ബാപ്പക്ക. അപ്പം എൻ്റെ മക്കളെ ഞാൻ ഇവിടെ പഠിപ്പിക്കുകയാണ് എന്ന് വെച്ച് കൊണ്ടായ മക്കളെ ചേർത്തണ്ടേ. കൊണ്ടായ മക്കളെ ചേർത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ എന്ത് പറയാനാണ്? അത് പോട്ടെ മോളെ, സാരമില്ല, അതൊന്നും സാരമില്ല, വിഷയം വിട്ടാള്. എന്നിട്ട് വെറുതെ മക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഞാൻ പോട്ടെ, സാരമില്ല, ഓനിക്ക് പഠിപ്പിക്കാൻ കൈയായിട്ടാണ്, ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓനിക്ക് മക്കളെ നോക്കാനുള്ള ഉണ്ടാവില്ല അവിടെ, അതുകൊണ്ട് അവൻ്റെ അമ്മ സമ്മതിക്കുന്നുണ്ടാവില്ല. അതെന്നാണ് ഓൻ്റെ അമ്മ സമ്മതിക്കായിട്ട് തന്നെയാണ്, അതാണ് എന്നുള്ള എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതാണ് സംഭവം. ഓൻ്റെ അമ്മക്ക് മക്കളെ അവിടെ പഠിക്കരുത് എന്നുള്ള ഒരൊറ്റ ചിന്ത തന്നെ ഉള്ളൂ. മക്കൾക്കാണെങ്കിലും ഓനെ ഭയങ്കര ജീവനാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ എൻ്റെ മോള് പറഞ്ഞേ കേട്ടപ്പോൾ മോള് പറയണേ, ഞാൻ ആ ഓപ്പറേഷത്തിൽ തന്നെ മരിച്ചു പോയാൽ മതിയേനി ഉമ്മ, എനിക്ക് ജീവിക്കേണ്ടില്ലേ, നിങ്ങളിങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണാൻ വയ്യ, എനിക്ക് എന്തൊക്കെ ഒരു പ്രയാസം, ഇന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്, എന്തോല്ലോ ഒരു വിഷമവും പ്രയാസങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കണം മോളെ, സാരമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയാനാണ്, ഇപ്പോൾ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചില്ലേ, സൂക്കേടൊക്കെ വന്ന് ഇത്ര ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് വലുതാകുമ്പോഴത്തേക്കൊക്കെ റെഡി ആയി പോകുമെന്ന് പറഞ്ഞു. അപ്പം കുറേ ദുഃഖപ്പെട്ടിരുന്ന് കുറേ ഇങ്ങനെ കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ല മൊബൈലൊക്കെ ഓണാക്കിയിട്ടാണ് കൊടുത്ത്, ഈ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ എന്താ കണ്ടുകൂടും, അപ്പോഴത്തേക്ക് ഞാൻ ഓളൊക്കെ കൊണ്ടേ അപ്പുറമൊക്കെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ, വാ നമുക്കൊന്ന് പോയി കാണാം. വന്നില്ല, എനിക്ക് ആ സ്ഥലങ്ങളൊന്നും എനിക്ക് കാണണ്ട, ഓള് പഠിക്കണല്ലോ, അങ്ങനെ പഠിച്ചോട്ടെ, നിങ്ങൾ വന്ന് നോക്കി, എനിക്ക് അതിനൊന്നും ആവുന്നില്ല. പക്ഷെ ഇവർക്ക് മനസ്സിൽ എല്ലാവരും എറണാകുളം ചേരും, എറണാകുളം പഠിക്കും, പെരുന്നാളിന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ മാതിരി. പെരുന്നാളിന് രാവിലെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇവര് എറണാകുളം അവിടെ എത്തിക്കഴിഞ്ഞ് അവിടുത്തെ ഓരോ സ്വഭാവവും പെരുമാറ്റങ്ങളും കണ്ടതോടുകൂടെ കുട്ടികൾക്ക് പിന്നെ അവിടെ പഠിക്കണ്ട. കുട്ടികൾ പഠിക്കണോ ആക്കണം എന്ന് പറഞ്ഞ പോയ മക്കൾക്ക് പിന്നെ അവിടെ പഠിക്കണ്ട, മക്കൾക്ക് വേഗം കൊണ്ട് പോന്നാൽ മതി. എന്താ ഇപ്പം ഞാൻ പറയാ മക്കളെ, ഒരുപാട് ദുരിതങ്ങൾ പല രീതിയിൽ. അല്ലെങ്കിലേ ഞാൻ കല്യാണം കഴിച്ച കാലത്ത് കുറേ ഒരു വിഷമിച്ചിന്, 2 മക്കളായത് മുതൽ കുറേ വിഷമിച്ചിന്. ആ വിഷമങ്ങളൊക്കെ മാറി ഇപ്പം സന്തോഷം സമാധാനത്തിൽ നിന്ന് നമ്മളെ മക്കൾ വലുതായപ്പോൾ ഒരുപാട് സന്തോഷത്തിലേനി. അങ്ങനെയാണ് ഇപ്പം ഈ രോഗങ്ങളൊക്കെ വന്നതോടുകൂടെ തളർന്നു പോയി. ഏതായാലും വേണ്ടിയില്ല, പടച്ച റബ്ബല്ലേ വലിയ ആള്, അള്ളാഹിനെക്കാളും വലിയ എന്തുണ്ട് ദുനിയാവില്ല. അപ്പം അള്ള തീരുമാനിക്കും ഓരോ രീതിയിൽ. എന്തായാലും ഒരു 3 കുട്ടികളെ പോറ്റാനും മോളതിനേക്കാളാണ് 3 മക്കളെ പോറ്റാണ് ഒന്നുമില്ല, ഒരു 10-15,000 റുപ്യ മാസം വേണം മക്കളെ ചെലവ്, സ്കൂൾ ഫീസ്, അത് ഇത് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സംഖ്യ മോളെ മരുന്ന് എല്ലാം കൂടി ആയിട്ട് നല്ല ലാഭമാണ് ഇപ്പോൾ. അതിന് വേണ്ടി നമ്മളെ കഷ്ടപ്പാടായാലും വേണ്ടില്ല, മൂപ്പര് സന്തോഷത്തോടെ മക്കളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മോളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മോക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മൂപ്പര് നോക്കുന്നുണ്ട്.
ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, കാണിക്കാൻ പോകുന്നുണ്ട്, കാലുവേദന ഉണ്ട്. ഇന്നിപ്പോൾ അതാ പോയി വന്നപ്പോൾ കാലിന് നല്ല നീരുണ്ട്, 2 കാലിനും. പോയി കുറച്ചു നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം നല്ല നീരൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ദിയമോള് മരുന്ന് പറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ചോറ് വാങ്ങിയപ്പോൾ നമ്മൾ ഇന്നലെ ഇലയൊക്കെ ഇട്ട് ചോറ് നിന്നാറിന് ചോറൊക്കെ വാങ്ങി. ചോറ് വാങ്ങിയപ്പം ചോറ് വാങ്ങണല്ലേ ആന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ഇലയൊക്കെ ഇട്ട് ചോറ് ഇരുന്നപ്പം ചോറ് അയാൾ ഇട്ടപ്പം പറഞ്ഞു എനിക്ക് ചോറ് വേണ്ടാന്ന്. വീട്ടിലാണെങ്കിൽ നമുക്ക് ആ പ്ലേറ്റ് മാറ്റിയേക്കാം. ഇല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ചോറ് വേണ്ട പറഞ്ഞപ്പോൾ എന്ത് പറയാനാ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്നോട്ടെ. അപ്പോൾ ഒരു വേണ്ട നിങ്ങൾ വാരി വേണ്ടാന്ന് പറഞ്ഞു. അല്ല 3 ഇല ചോറിന്റെ പൈസ കൊടുത്ത് എന്താണ് മോനെ തിന്നു. അങ്ങനെ 3 ചോറിന്റെ പൈസയൊക്കെ കൊടുത്തു. നോക്കി ജ്യൂസാണ് വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു മുസമ്മിന്റെ ജ്യൂസ് കുടിച്ച്, പിന്നെ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞു, ഒന്നും കൂടി കുടിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞു മക്കളെ. പിന്നെന്താ ഇതൊക്കെ നനയ്ക്കല്ലേ പാൻറ്റൊന്നും. അങ്ങനെയൊക്കെ കുടിച്ച് പിന്നെ ഓള എന്താ പറയേണ്ടത്, എന്തൊക്കെയോ പറയാനുണ്ട്, കുറെ പറയാതെക്കാനുണ്ട്, എല്ലാം പറയാനുള്ള അവസരങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അവസരം വന്നാൽ നിങ്ങൾ വിചാരിക്കേണ്ട മക്കളെ ഞാനിങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ടെന്നുള്ളത്. ഈ ലൈവ് ഇടുന്നത് ചിലവർ പ്രേനാന്താണ് ലൈവ് ഇടുന്നത്, മാഞ്ഞാലാണ് ലൈവ് ഇടുന്നത്. ഓരോ ഏനാന്തും അല്ല മക്കളെ, നമുക്ക് അത്യാവശ്യമാണ് ഈ ലൈവ് ഇടുന്നത്. അത്യാവശ്യമാണ് നമ്മൾ ലൈവ് ഇടുന്നത്, നമ്മൾ വീഡിയോ ഇടുന്നത്. അതിന് കുറേ ആൾക്കാർ വന്ന് കുത്തി പറയുന്നുണ്ടോ, അതിന് നമുക്കൊരു ബേജാറുമില്ല മക്കളെ. പറയണമല്ലോ അവിടെ നിന്നും പറയാന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാൻ ലൈക്കും സബും ചെയ്യണം കേട്ടോ. പൊന്നു മക്കളെ മറന്നു പോകരുത് കേട്ടോ. നമ്മളെ കൂടെ നിങ്ങളും ഉണ്ടാവണം, നിങ്ങളെ കൂടെ ഞാനും ഉണ്ട്. ഇന്ന് നിങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്. അത്രക്കും എനിക്ക് ആളുകൾ എൻ്റെത് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ വിശ്വാസം. ലൈവൊക്കെ എത്ര പോലെ ആൾക്കാരുണ്ട് മക്കളെ. അതുപോലെ എനിക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ മക്കളെ. അപ്പം എൻ്റെ മോളും മക്കളൊരു സമാധാനത്തിലാവാൻ വേണ്ടി എൻ്റെ മോളെ രോഗങ്ങളൊക്കെ ഓള് പറയുന്നത് എല്ലെങ്കിലും ഉമ്മ ഞാൻ ജീവിക്കുക, സൂക്കേടൊക്കെ മാറി എൻ്റെ മൈൻഡൊക്കെ ശരിയായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മരിക്കമ്മ. എന്തിനാണ് ഉമ്മ എനിക്കൊരു ഇങ്ങനത്തെ ഒരു ജന്മം തന്നിക്കണത്, അള്ളാഹു എന്തിനാ എന്നെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന പാട് പിന്നെ ഒരുപാട് ഇരുന്ന് കരഞ്ഞ് എന്താന്നൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റൂല മക്കൾ. ഒരുപാട് കരഞ്ഞ് ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് കരഞ്ഞ് എന്താണെന്നും ഇപ്പം എനിക്ക് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ ശേഷം കുറേ ഇരുന്ന് കരഞ്ഞ്. അപ്പം ഞാൻ എന്താക്കിയെന്ന് പറയാം, കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് മുഖമൊക്കെ കഴുകി കൊടുത്ത് പിന്നെ അച്ഛയിലേക്ക് പോയി കിടന്ന്. അപ്പം ഞാൻ പറഞ്ഞു മോളെ കുളിക്കണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ മാറി. ഇപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കാലൊക്കെ നല്ലോണം നീര് വന്നിട്ട് ദിയമോള് കാലിന് മരുന്നൊക്കെ പരത്തി കൊടുത്ത്, 2 കാലിൻ്റെ അടിയിൽ നീരിനൊക്കെ മരുന്നുണ്ട്, അതൊക്കെ പരത്തി കൊടുത്ത് ഇവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ലൈവ് ഇടുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇരിക്കുന്നുണ്ടെങ്കിൽ 2 കണ്ണു കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെത്ര പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ഓള് പറയണം എനിക്കൊന്ന് മരിച്ചാൽ മതി. ഇനി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഓള് പറയാം ഞാൻ പറയൊന്നുമില്ല, എൻ്റെ മക്കൾ സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. കാരണം ഞാൻ ഉണ്ടായിട്ടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ സമാധാനം ഇല്ലാത്തത്, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ സമാധാനം ഇല്ലാത്തത് ഞാൻ ഉണ്ടായിട്ടാണ്. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ആ മക്കളെ പൊന്നുപോലെ നോക്കും. ഞാൻ പൊന്നുപോലെ മക്കളെ നോക്കാൻ നമ്മളങ്ങോട്ട് കൊടുക്കുമോ? പക്ഷെ നോക്കൂ. ഞാൻ പറഞ്ഞു അല്ല ഓർക്ക് അന്നേരം ഇന്നെ വേണ്ട, അപ്പോൾ പൊന്നുപോലെ മക്കളെ നോക്കിക്കോളൂ, ഞാനാണ് ഉമ്മ അവിടുത്തെ ഏറ്റവും വലിയ രോഗിയായ ആള്, അപ്പൊ അതുകൊണ്ട് ഇന്നെ പറ്റായിട്ടാന്നൊക്കെ പറയും. ഇതൊക്കെ ആവട്ടെ, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മക്കളെ. അത് ഓന് വലിയ കുഴപ്പക്കാരനൊന്നല്ല. ഓന് മക്കളെ നോക്കാനും മക്കൾക്ക് കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുപ്പിക്കൂല. ഓൻ്റെ അമ്മ കൊടുപ്പിക്കൂല. ഓൻ്റെ അമ്മക്ക് താല്പര്യമില്ല മക്കളെ അങ്ങോട്ട് വരുന്നത്, താല്പര്യമേ. മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലല്ലേ മക്കളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകും മക്കളെ. പെരുന്നാളിന് തിരിഞ്ഞു നോക്കാത്ത ഓൻ്റെ അമ്മ പിന്നെ നമ്മൾ എന്ത് പറയാനാ? മക്കളെ കൂട്ടി കൊണ്ടുവരടാന്ന് പറയില്ലേ? ആ അമ്മക്ക് ഉമ്മന്റെ പെൺകുട്ടികൾ വേണോ, പെൺകുട്ടികളെ മക്കള് അത് മതി. ആ പെൺകുട്ടികളെ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മക്കളെ അകറ്റി നിർത്തുക. ഈ മക്കൾക്ക് എന്താ കൊടുത്തു പോയാൽ ഓൻ്റെത് കുറഞ്ഞു പോലേ, ഓൻ്റെ പെങ്ങൾക്കും മക്കൾക്കും തന്നെ കിട്ടിക്കോട്ടെ, ഈ മക്കൾ ഇവിടെയും ജീവിക്കട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ മക്കളെ.